സാർ നമസ്കാരം. നമസ്കാരം. 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി വോട്ടെണ്ണാൻ കേവലം 13 ദിവസം മാത്രം അവശേഷിക്കെ പുതിയൊരു വിവാദം വന്നിരിക്കുന്നു. പേരാമ്പ്രയിൽ വോട്ടിംഗ് മെഷീൻ സൂക്ഷിച്ചിരുന്ന മുറിയിലേക്ക് അവിടുത്തെ പോളിംഗ് ഓഫീസർ ഇരു പാർട്ടികളുടെയും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത പ്രമുഖരായ പാർട്ടികളുടെ അനുവാദം ഒന്നുമില്ലാതെ അകത്ത് കടന്നു എന്നുള്ളതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഇതേ തുടർന്ന് പേരാമ്പ്രയിൽ മുസ്ലിം ലീഗ് കോഴിക്കോട് കളക്ടർക്ക് പരാതി കൊടുത്തിരിക്കുന്നു, ACPക്ക് പരാതി കൊടുത്തിരിക്കുന്നു. കളക്ടർ തന്നെ ഇത് അതീവ ഗുരുതരമായ വിഷയമാണ് എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളൊരു സംശയം, ഇതുപോലെ വോട്ടെടുപ്പ് കഴിഞ്ഞ് വോട്ടിംഗ് മെഷീൻ സൂക്ഷിച്ചിരിക്കുന്നത് വളരെ ബന്ദവസായ, അതായത് ഒരു കാരണവശാലും ആർക്കും പ്രവേശിക്കാൻ പാടില്ലാത്ത തരത്തിൽ ബന്ദവസാക്കി സീൽ ചെയ്ത മുറിയിലേക്ക് എന്ത് ആവശ്യം പറഞ്ഞ് എന്ത് കാരണം പറഞ്ഞായാലും ആരും പ്രവേശിക്കാൻ പാടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഒരു പ്രഖ്യാപനം, അല്ലെങ്കിൽ അതാണ് ഉത്തരവ്. അങ്ങനെയെങ്കിൽ ഈ പാർട്ടികളുടെ, അതായത് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത രാഷ്ട്രീയ പാർട്ടികളുടെ ഇലക്ഷൻ ഏജന്റുമാരെ അറിയിക്കാതെ, ബൂത്ത് ഏജന്റുമാരെ അറിയിക്കാതെ, ഔദ്യോഗികമായി ആ പാർട്ടിയെ അറിയിക്കാതെ ഒരു ദിവസം മുമ്പെങ്കിലും അത്തരം സന്ദർഭങ്ങളിൽ ഈ മുറി തുറക്കേണ്ടി വന്നാൽ ഒരു ദിവസം മുൻപെങ്കിലും ഇമെയിൽ അയക്കണം എന്നൊക്കെയാണ് ചട്ടം. ഇതൊന്നും പാലിക്കാതെ ഇങ്ങനെ ഇലക്ഷൻ ഓഫീസർ ആ മുറിയിൽ കടന്നത് ഒരു സാധനം അവിടെ വെച്ച് മറന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്ത് വിലപിടിപ്പുള്ള സാധനമായാലും ഇത്തരത്തിൽ നടത്തിയിരിക്കുന്നത് ഗുരുതരമായ ചട്ടലംഘനം തന്നെയാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ചട്ടങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് പേരാമ്പ്രയിൽ മുസ്ലിം ലീഗ് മുന്നോട്ട് വന്നിരിക്കുന്നു. സമാനമായ രീതിയിൽ ഇപ്പോൾ നെന്മാറയിലും ഈ സംഭവം ആവർത്തിച്ചിരിക്കുന്നു. ഇതിന്റെ പിറകിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? പറഞ്ഞു കേൾക്കുന്നത് പോലെ, മാധ്യമങ്ങൾ പറയുന്നത് പോലെ 2026 തെരഞ്ഞെടുപ്പിൽ CPM-ഉം മുഖ്യമന്ത്രി പിണറായി വിജയനും അടപടലം താഴെ പോകും എന്നുള്ള ഭീഷണിയിൽ വോട്ടിംഗ് മെഷീനിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടത്താനുള്ള ശ്രമങ്ങളാണോ ഇവിടെ നടക്കുന്നത് എന്നാണ് എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്. പൊതുസമൂഹത്തിൽ നിന്നും ഇത്തരം ചില ആരോപണങ്ങൾ വരുന്നു. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്? അതായത് കേട്ടുകേൾവിയില്ലാത്ത ചില നടപടിക്രമങ്ങളാണ് ഇപ്പോൾ കോഴിക്കോട് പേരാമ്പ്രയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്. കോഴിക്കോട് വെള്ളിമാടുകുന്നിലാണ് 8 നിയോജക മണ്ഡലങ്ങളുടെ വോട്ടിംഗ് മെഷീനുകൾ കൊണ്ടുവച്ചിരിക്കുന്നത്. അവിടെ സ്ട്രോങ് റൂമിലാണ് വെച്ചിരിക്കുന്നത്. ഈ സ്ട്രോങ് റൂമിനോട് തൊട്ടുള്ള റൂമിലാണ് ഇത്തരം മെറ്റീരിയൽ എല്ലാം വെച്ചത് എന്നാണ് പറയുന്നത്. ഇവിടെ സ്ഥാനാർത്ഥിയായ ഫാത്തിമയ്ക്ക് മെസ്സേജ് അയക്കുന്നത്, ഇമെയിൽ അയക്കുന്നത് 1 മണിക്കൂർ മുമ്പാണ്. 1 മണിക്കൂർ മുമ്പ് പേരാമ്പ്രയുള്ള അവരോട് പെട്ടെന്ന് സ്ഥലത്തെത്തണം, ഞങ്ങളിത് സ്ട്രോങ് റൂം തുറന്നിട്ട്, ഈ റൂം തുറന്നിട്ട് അവിടെ ചില സാധനങ്ങൾ എടുക്കാണ്ട്, ലീസ്റ്റ് എടുക്കാണ്ട് വെച്ച് മറന്നുപോയത് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ തുറന്നത്. തുറക്കുമ്പോൾ ഇവരാരും, പ്രധാനപ്പെട്ട ആരും ഇല്ലാതെ ആണ് തുറന്നത്. എന്തുകൊണ്ടാണ് ഒരു ദിവസം മുമ്പ് ഈ കാര്യം അറിയിക്കാതിരുന്നത്? 2 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളോ അവരുടെ നിയമിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഏജന്റുമാരോ ഇല്ലാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഗുരുതരമായ കുറ്റമാണ്. ഒന്നാമത്, ഇലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും വെച്ച് കഴിഞ്ഞാൽ, പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പാടില്ല, തുറക്കാൻ പാടില്ല. ഇലക്ഷന് മുമ്പ്, വോട്ടെണ്ണുന്നതിന് മുമ്പ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളതിരിക്കെയാണ് ഇപ്പോൾ പേരാമ്പ്രയിൽ വളരെ ഗുരുതരമായ പ്രശ്നമുണ്ടായിരുന്നു. സാർ ഒന്ന് ഇടപെട്ടിട്ട്, ഇലക്ഷൻ ഈ വോട്ടെണ്ണാൻ ഇത് മെഷീൻ ഇരിക്കുന്ന സ്ട്രോങ് റൂം തുറക്കുമ്പോൾ എല്ലാ പാർട്ടികളുടെയും ബൂത്ത് ഏജന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകളെ രേഖാമൂലം അറിയിച്ച് വിളിച്ചു വരുത്തി അവരുടെ സമ്മതപ്രകാരം മാത്രമേ ഇത് തുറക്കാൻ പാടുള്ളൂ എന്നുള്ള ചട്ടം ഇരിക്കുമ്പോൾ തന്നെയാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് വലിയ അത് തന്നെയാണ് പറഞ്ഞത്. അവരുടെ എല്ലാം പെർമിഷനോട് കൂടി ഒപ്പിട്ടിട്ട് ബോധ്യപ്പെട്ടിട്ട് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അത് ജനാധിപത്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ അട്ടിമറി നടന്നു എന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് സംശയിക്കാവുന്നതാണ്. കേരളത്തിൽ ഏറ്റവും വലിയ അട്ടിമറി നടക്കുന്ന ഒരു മണ്ഡലമാണ് പേരാമ്പ്ര. ഈ പേരാമ്പ്ര മാത്രമല്ല അവിടെ ഉള്ളത്, വേറെയും മണ്ഡലങ്ങൾ. ഇത് കണ്ടുപിടിച്ചതാരാണ്? അവിടെ കാവൽ നിന്നിരുന്ന UDF-ന്റെ പ്രവർത്തകരാണ് കണ്ടത്. കോഴിക്കോട് സൗത്ത് ഡിവിഷനിലെ പ്രവർത്തകർ രാത്രിയും പകലും ഇല്ലാതെ അവിടെ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് അവർ CCTV ക്യാമറയിൽ ഈ പറയുന്ന പേരാമ്പ്ര മണ്ഡലത്തിന്റെ റൂം കടന്നു കയറി അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറുന്ന ചിലരെ കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അന്വേഷിച്ചപ്പോൾ ഇവർ കയറിപ്പോകുന്നതും അങ്ങനെ പിടിക്കപ്പെടുന്നതും.
ഇത് വലിയ വിവാദമാവുകയും അവിടേക്ക് എല്ലാ പ്രമുഖ നേതാക്കന്മാരും സ്ഥാനാർത്ഥികളും എത്തിപ്പെടുകയായിരുന്നു. കോഴിക്കോട് DCC പ്രസിഡന്റും കൊയിലാണ്ടി സ്ഥാനാർത്ഥിയുമായ പ്രവീൺ കുമാറും അതേപോലെ ലീഗിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയും അതേപോലെ MK രാഘവൻ MP യും തുടങ്ങി പേരാമ്പ്ര MLA പേരാമ്പ്രയിൽ മത്സരിക്കുന്ന ഫാത്തിമയും അടക്കമുള്ള പ്രമുഖരായ ആളുകൾ അവിടേക്ക് ഓടിയെത്തുകയായിരുന്നു. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച അവർ തുറന്ന് ഈ സാധനം എടുത്തു പോയി എന്നുള്ളതാണ് കാണുന്നത്. അത് വളരെ ഗുരുതരമായ കുറ്റം തന്നെയാണ്. കാരണം അതിനുള്ളിൽ പ്രവേശിക്കണമെങ്കിൽ ഇവരുടെ അനുവാദമില്ലാതെ, അതായത് എല്ലാ പാർട്ടികളെയും മത്സരിച്ച ഒരാളുണ്ടെങ്കിൽ, ഒരു സ്വതന്ത്രമാണെങ്കിൽ പോലും അവരെയും കൂടി അനുമതി വേണം. അതല്ലാതെ അതിൻ്റെ ഉള്ളിൽ കയറുന്നത് വളരെ ഗുരുതരമായ ലംഘനമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പുതിയൊരു നിർവചനം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്, മെറ്റീരിയൽ റൂമിലാണ് കയറിയത്. അതായത് വോട്ടിംഗ് മെഷീൻ സൂക്ഷിച്ച മുറിയിലല്ല എന്നാണ് പറയുന്നത്. അല്ല, മെറ്റീരിയൽ റൂമിലാണോ? മെറ്റീരിയൽ റൂം അവിടെ കൊണ്ടുവന്നാണ് വെക്കേണ്ടത്, സ്ട്രോങ് റൂമിന്റെ അടുത്തല്ല കൊണ്ടുവെക്കേണ്ടത്. നിയമപ്രകാരം മെറ്റീരിയൽ കൊണ്ടുവെക്കേണ്ടത് ഈ സ്ട്രോങ് റൂമിന്റെ അടുത്തല്ല. സ്ട്രോങ് റൂം എന്ന് പറയുന്നതിനടുത്തേക്ക് കയറുകയോ ആ വാതിൽ തുറക്കുകയോ പാടില്ല. ഈ മെയിൻ വാതിൽ തുറന്നിട്ടാണല്ലോ അകത്ത് കയറുന്നത്. അതിൻ്റെ ഉള്ളിലാണ് വേറെ റൂമിലായിട്ട് മെറ്റീരിയൽ റൂം എന്ന് അവർ നിർവചിക്കുന്നത്. ഇതെന്തായാലും വലിയ അട്ടിമറിയുടെ ലക്ഷണമായിട്ട് മാത്രമേ കാണാവൂ. അവിടെ ഇന്നലെ പ്രവീൺ കുമാർ നടത്തിയ പത്രങ്ങളോട് പറഞ്ഞ ആ ഭാഗം കൂടി നമ്മൾ കേൾക്കേണ്ടത് തുടക്കത്തിൽ നിന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി കേൾക്കാം പൂർണ്ണമായിട്ട്. കേട്ടല്ലോ, അദ്ദേഹം വളരെ ഗൗരവമായിട്ടാണ് ഈ കാര്യത്തെ കാണുന്നത്. ഞങ്ങൾ കാവൽ നിന്നിരുന്നു. ഈ കാവൽ നിന്നപ്പോൾ സൗത്ത് ഡിവിഷന്റെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. സൗത്ത് ഡിവിഷനിൽ കാവൽ നിന്ന ആൾക്കാരാണ് ഇത് ശ്രദ്ധിക്കുന്നത്. ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഇങ്ങനെ അവിടെ തുറക്കുന്നതും അകത്തേക്ക് കടക്കുന്നതുമായ കാര്യം കേന്ദ്ര ഏജൻസിയിൽപ്പെട്ട ആളുകൾ പോലും ഉണ്ടായിരുന്നില്ല. അതായത് CRPFന്റെ ആളുകൾ പോലും ഇല്ലാതെ സാധാ പോലീസുകാരുടെ സഹായത്തോട് കൂടിയിട്ടാണ് അവിടെ കയറുകയും ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എന്നതിനുള്ളിൽ തന്നെ ഇത് ചെറിയ കുറ്റമായി കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല. വളരെ ഗുരുതരമായ സംഭവമാണ്. കാരണം പിണറായി വിജയൻ ഏതറ്റം വരെയും പോയിട്ടും അട്ടിമറികൾ നടത്താം. മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടിയിട്ട് പിണറായി വിജയൻ തിരിച്ചു വരണം, ഇവിടെ പിണറായി വിജയൻ വിജയിക്കണം എന്നുള്ള ഒരു സ്ട്രാറ്റജി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് പിൻബലമായിട്ട് കേന്ദ്ര ഇലക്ഷൻ അധികാരികളുടെ സപ്പോർട്ടും ഉണ്ടാവാതെ തുറക്കാൻ പറ്റില്ല. എന്തായാലും പിണറായി വിജയന്റെ അറിവോട് പിണറായി വിജയന് വേണ്ടിയിട്ടായിരിക്കാം, TP രാമകൃഷ്ണന് വേണ്ടിയിട്ടാണല്ലോ അവിടെ ഇത്തരം കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. അപ്പൊ TP രാമകൃഷ്ണൻ അവിടെ പരാജയപ്പെടുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ CPMന്റെ ശക്തി കേന്ദ്രമാണ് പൊട്ടിത്തകരുന്നത്. അവിടെ ഒരു മുസ്ലിം പെൺകുട്ടിയാണ് അവിടെ ഇപ്രാവശ്യം ഇലക്ഷന് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ളത്. അവരവിടെ തീപ്പരി പ്രസംഗവും തീപ്പരി പ്രവർത്തനവും ഭയങ്കരമായ ജനപ്രവാഹവുമായിരുന്നു അവർക്ക് അനുകൂലമായി ഉണ്ടായിരുന്നത്. പേരാമ്പ്രയുടെ ചരിത്രത്തിൽ ഇത്രയും കാലമായിട്ട് അവിടെ ഉണ്ടാവാത്ത വിധത്തിലുള്ള ഒരു മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും കോഴിക്കോട് ജില്ലയിൽ വലിയ അട്ടിമറികൾ നടക്കുന്നു എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രമായിരിക്കില്ല ഇപ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുക. പല നിയോജക മണ്ഡലങ്ങളിൽ ഇത് കയറിയിട്ടുണ്ടാകാം. നെന്മാറയിലും ഇപ്പോൾ സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അല്ല, ഇവിടെ തന്നെ 13 മണ്ഡലങ്ങളുണ്ട്. CPMന്റെ ഏറ്റവും കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കിട്ടിയ സ്ഥലമാണ്, 11 സീറ്റ് കിട്ടിയ സ്ഥലമാണ് കോഴിക്കോട്. ഈ 11 സീറ്റ് എന്ന് പറഞ്ഞാൽ CPMന്റെ ഏറ്റവും വലിയ അടിത്തറയുള്ള ഒരു ജില്ലയാണ് കോഴിക്കോട്. അവിടെ അട്ടിമറി നടക്കാന്ന് പറഞ്ഞാൽ CPM തീർന്നു എന്ന് കരുതാവുന്ന ജില്ലയാണ്. കണ്ണൂരിനേക്കാൾ കേരളത്തിൽ CPMനെ പൊട്ടിക്കുന്നത് കോഴിക്കോടായിരിക്കും. കോഴിക്കോട് അടിത്തറ തകർന്നു കഴിഞ്ഞാൽ കേരളത്തിൽ CPMന്റെ അടിത്തറ തകർന്നു എന്ന് വിശ്വസിക്കാം. അങ്ങനെയുള്ള കോഴിക്കോട് ജില്ലയിൽ എങ്ങനെയും തിരിച്ചു പിടിക്കാൻ വേണ്ടി ഏത് കള്ളത്തിലും കാണിച്ചിട്ടും പിണറായി വിജയൻ ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് കോഴിക്കോട് ഇത് വലിയ ചെറുതായിട്ട് ഒരു മണ്ഡലം മാത്രമേ നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ പാലക്കാടും അതേപോലെ ഗുരുവായൂരിലും ഇതേപോലുള്ള ആരോപണം വന്നിട്ട് ഗുരുവായൂർ CCTV പ്രവർത്തിക്കുന്നില്ല. ഇപ്പം പാലക്കാട് തുറന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ വിധത്തില് എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? ഏറ്റവും രസകരമായ കാര്യം, ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടോ എന്നുള്ള കാര്യം പോലും സംശയമാണ്. കാരണം നരേന്ദ്രമോദി എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം രാജ്യത്തോട് അഭിസംബോധന ചെയ്തത്. ഇന്ത്യയിൽ എന്താ യുദ്ധം നടക്കാൻ പോണെന്നോ അല്ലെങ്കിൽ ആഭ്യന്തര കലഹം നടക്കുന്നോ എന്നുള്ള പ്രതീതിയിലാണ് അദ്ദേഹം ഒരു ബില്ലുമായി ബന്ധപ്പെട്ട കാര്യം ഇലക്ഷനെ ബാധിക്കുമെന്ന് അറിഞ്ഞിട്ടും വോട്ടേഴ്സിനെ സ്വാധീനിക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും അദ്ദേഹം നടത്തിയതിനെതിരെ പരാതി കിട്ടിയിട്ട് പോലും അനങ്ങാത്ത ഒരു ഭരണാധികാരികളുടെ കൂറ് മാത്രം പുലർത്തുന്ന ഇലക്ഷൻ കമ്മീഷനുള്ള ഈ രാജ്യത്ത് ഇതും അതിലപ്പുറവും നടക്കാം.
അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് പ്രധാനം. അല്ല, ഇപ്പം ഇത്തരത്തിലുള്ള ഒരു സംഭവം, ഇപ്പോൾ സമാനമായ സംഭവം ഇപ്പോൾ ഗുരുവായൂരിലും കോഴിക്കോടും ഇപ്പം നെന്മാറയിലും പറയുന്നു എന്ന് പറയുമ്പോൾ ഇത് ഏതെങ്കിലും തരത്തിലൊരു മെറ്റീരിയൽ മറന്നു വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തതാവാനുള്ള ഒരു സാധ്യതയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു സ്ഥലത്തല്ലേ വരുള്ളൂ. ഇത് സമാനമായ രീതിയിൽ പല മണ്ഡലങ്ങളിലും മറവി പറ്റുക എന്ന് പറയുമ്പോൾ അവിടെ സെൻട്രൽ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ യാതൊരു സാന്നിധ്യമില്ലാത്ത രീതിയിൽ ഇങ്ങനെയുള്ള പരിശോധനകളൊക്കെ നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആളുകൾ കയറി ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഈ ജനാധിപത്യ രീതിയെ തന്നെയല്ലേ കളിയാക്കുന്നത്, അല്ലെങ്കിൽ ജനാധിപത്യ വിശ്വാസികളെയല്ലേ അങ്ങനെ അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ചിന്തിക്കണം. അതിലപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കേണ്ട കാര്യം, കഴിഞ്ഞ 8 ദിവസമായിട്ട് ഇവർക്ക് എന്തായിരുന്നു, ബോധമില്ലായിരുന്നു ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവേണ്ടതും അതോടൊപ്പം തന്നെ എല്ലാ മണ്ഡലങ്ങളിലും ടോട്ടൽ വോട്ട് എത്ര നടന്നു എന്ന് പ്രഖ്യാപിക്കേണ്ടതും ഇവരുടെ ഡ്യൂട്ടി ആയിരുന്നില്ലേ? ഇതുവരെ പ്രഖ്യാപിച്ചില്ല പേരാമ്പ്രയിൽ എത്ര ടോട്ടൽ വോട്ട് നടന്നു എന്നുള്ളത്. അവിടെയൊക്കെ ഗുരുതരമായ സംശയങ്ങൾ വരികയാണ്. കാരണം വോട്ട് ടോട്ടൽ എത്ര നടന്നു എന്ന് പറയാൻ ആ ദിവസം തന്നെ പ്രഖ്യാപിക്കേണ്ട സമയത്ത് ഇതുവരെ പേരാമ്പ്രയിൽ പ്രഖ്യാപിച്ചിട്ടില്ല. അതിലുപരി നമ്മുടെ VD സതീശൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അദ്ദേഹം ഈ പോലീസിൽ നിന്ന് കിട്ടിയ ചില രഹസ്യ സൂചനകളോ CPM-ന്റെ ആരെങ്കിലും രഹസ്യമായി ഇൻഫർമേഷൻ കൊടുത്തതോ ആയിരിക്കാം. അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു, ഓരോ സ്ട്രോങ് റൂമിനും നമ്മൾ കാവൽ നിൽക്കണം, ഇലക്ഷൻ എണ്ണുന്നത് വരെ, സ്ട്രോങ് റൂം തുറക്കുന്നവരെ നമ്മൾ കാവൽ നിന്നിരിക്കണം. ആ കാവൽ നിന്നില്ലെങ്കിൽ പല അട്ടിമറികൾ നടക്കാം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും UDF-ന്റെ പ്രവർത്തകർ രാവും പകലുമില്ലാതെ കാവൽ നിന്നുകൊണ്ടിരിക്കാൻ റിലേ ആയിട്ട്. അതെന്തുകൊണ്ടാണ്? ഇത്തരം അട്ടിമറികൾ നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ള മുൻകൂട്ടിയുള്ള വിവരമാണ്. ആ വിവരം ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ നടന്ന പേരാമ്പ്രയുടെ കാര്യത്തിൽ കോഴിക്കോട് വെള്ളിമാട് മുന്നിൽ നടന്ന ഈ സ്ട്രോങ് റൂമിന്റെ അടുത്തുള്ള റൂം തുറക്കുന്നു എന്നുള്ള പേരിൽ ആ സ്ട്രോങ് റൂം തുറന്നത്. ഇത് വളരെ നമ്മളെ ചിന്തിക്കുന്നതിൽ അപ്പുറമുള്ള ഒരു കാര്യമാണ്. ഒരു വോട്ട് എന്ന് പറഞ്ഞാൽ ഒരു വോട്ട് തന്നെയാണ്. മാറ്റിക്കഴിഞ്ഞാൽ ഒരു വോട്ടിന് പോലും ആളുകൾ തോൽക്കാം. സാർ, മാത്രമല്ല ഇതിപ്പോൾ നമ്മുടെ ദക്ഷിണേന്ത്യയിൽ ഇത്തരം സംഭവങ്ങളൊന്നും കേട്ടുകേൾവിയില്ല. ഇപ്പോൾ ഉത്തരേന്ത്യയിലാണ് ഇത്തരം ബൂത്ത് പിടിച്ചടക്കൽ, അല്ല എന്നുണ്ടെങ്കിൽ വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്തുക. ഒരിക്കൽ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആർക്ക് വോട്ട് ചെയ്താലും അത് താമരയ്ക്ക് പോകുന്നൊരു രീതിയാണ് വോട്ടിംഗ് മെഷീനിൽ പലപ്പോഴും കണ്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ, ഇവിടെ ഇപ്പോൾ ഇങ്ങനെ വേണ്ടപ്പെട്ട അധികൃതരെ അറിയിക്കാതെ അനധികൃതമായി തന്നെ ഇത്തരത്തിലൊരു കടന്നുകയറ്റം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഗൂഢാലോചനയുണ്ട്, അട്ടിമറിയുണ്ട് എന്ന് തന്നെ സംശയിക്കണ്ടേ? അല്ല, എല്ലാ തരത്തിലും അട്ടിമറികൾ നടക്കാം. നമുക്കറിയാം, മഹാരാഷ്ട്രയിലെ ഇലക്ഷനിൽ കഴിഞ്ഞ തവണ ലോക്സഭാ ഇലക്ഷനിൽ 48 സീറ്റിൽ 38 സീറ്റും അവിടെ കോൺഗ്രസും ശിവസേനയും കൂടി ചേർന്നപ്പോൾ, അതുപോലെ NCPയും കൂടി ചേർന്ന് നേടിയിട്ടുള്ളതാണ്. അതേ മുന്നണി തന്നെ 3 മാസം കഴിഞ്ഞ് ഇലക്ഷന് നിന്നപ്പോൾ അവിടെ ഭൂരിപക്ഷം സീറ്റും ആരാണ് നേടിയത്? BJP ആണെന്ന്. BJP മുന്നണിയും ശിവസേന ഒരു ബഷീറിന്റെ വിഭാഗമാണ് ചേർന്നത്. ഇതേപോലെ തന്നെയാണ് ഹരിയാനയിൽ നടന്നത്. ഹരിയാനയിൽ കോൺഗ്രസ് ആയിരുന്നു ഇലക്ഷനിൽ, ലോക്സഭാ ഇലക്ഷനിൽ വൻ ഭൂരിപക്ഷം നേടിയതെങ്കിൽ 3 മാസം കൊണ്ട് അവിടെ നടന്ന ഇലക്ഷനിൽ വൻ അട്ടിമറികൾ നടന്നു. ഇത് നമുക്ക് നിസ്സാരമായി കാണാവുന്നതല്ല. EVM അട്ടിമറി എന്ന് പറയുന്നത് ശരി ഇല്ല എന്നൊക്കെ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് ആധുനിക യുദ്ധം നടക്കുന്ന സ്ഥലത്ത് ചന്ദ്രന് ചുറ്റും ഭ്രമണം ചെയ്ത് സാറ്റലൈറ്റ് പോയി വരുന്ന കാലഘട്ടത്തിൽ ഏത് കാര്യവും അട്ടിമറിക്കാൻ കഴിയുന്ന സംവിധാനമുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇത്തരം അട്ടിമറികൾ നടക്കുന്ന ഒരു രാജ്യമാണെന്ന് തന്നെ നമ്മൾ കരുതേണ്ടത്. ടെക്നോളജി ഇത്രത്തോളം വിപുലമായിട്ടുള്ള ഒരു സമയത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നാണ് സാർ പറഞ്ഞു വരുന്നത്. അത് എന്തും സംഭവിക്കാം. ഹാക്ക് ചെയ്യാനൊക്കെ പല രൂപത്തിൽ കഴിയാം. കാരണം ലോകത്തിൽ ആരുടെ ഫോണും ഹാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള വിവരങ്ങൾ നമ്മളെ മുന്നിലുണ്ട്. ഇവിടുത്തെ നമ്മളെ വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ മുന്നിലുണ്ട്. ഈ സന്ദർഭത്തിൽ ഇതുപോലെ വോട്ട് ചെയ്ത ഇലക്ട്രോണിക് മെഷീനാണ്. ആ ഇലക്ട്രോണിക് മെഷീനിൽ ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അതുവഴി അട്ടിമറികൾ നടക്കാം. ഒന്നും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല ഈ കാര്യത്തിൽ. കാരണം ലോകം അത്രയും വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ടെക്നോളജി വെറുതെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും അട്ടിമറികളൊക്കെ നടക്കാമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആ സന്ദർഭത്തിൽ നമ്മൾ EVM വഴിയുള്ള വോട്ടിംഗ് പാറ്റേൺ മാറ്റിയിട്ട് ശരിക്കും നേരിട്ട് സ്ലിപ്പ് എഴുതി ഒപ്പിട്ടിട്ട് വോട്ട് ചെയ്യുന്ന സ്ലിപ്പിൽ ഒപ്പിട്ട് മുമ്പ് ചെയ്ത മാതിരി വരേണ്ടി വരും. അമേരിക്കയിലടക്കം അതാണ് നടക്കുന്നത്.
എന്തായാലും ഇതിൽ വലിയ ദുരൂഹതയുണ്ട് എന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വേണ്ടപ്പെട്ട ആളുകളെ അറിയിക്കാതെ ഇങ്ങനെ മെറ്റീരിയൽ മറന്നു എന്നുള്ളൊരു സംഭവം ഉയർത്തിക്കൊണ്ടുവന്നത്. ഇനി കേരളത്തിലെ ഈ പറഞ്ഞ പോലെ 140 മണ്ഡലങ്ങളിൽ സമാനമായിട്ടുള്ള ഈ സംഭവം ആവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ തന്നെ പരാജയമായിരിക്കും. എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഇപ്പോൾ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് ഇതിൽ കൃത്യമായൊരു നിർവചനം അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉത്തരവ് എല്ലാവർക്കും കൊടുക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും ഇത് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു നാടകമായി മാറിക്കൊണ്ടിരിക്കുന്നു. പാടുപെട്ട് ജനങ്ങൾ അവരവരുടെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നത് അല്ലാത്ത രീതിയിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അധികാരം പിടിക്കാൻ വേണ്ടി ചെയ്യുന്ന ചില കളികളായി ഇത് മാറാതിരിക്കട്ടെ, അതിൻ്റെ സൂചന ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. എന്താ സംഭവിക്കുക എന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നന്ദി, നമസ്കാരം.